Hello friends, welcome back to Office Kitchen. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കേക്ക് റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു കേക്ക് ചെയ്യുന്നത് ഒരു നോസിൽ പോലും യൂസ് ചെയ്യാണ്ടാണ് ട്ടോ. അപ്പോൾ നമുക്ക് ഒറ്റ നോസിൽ പോലും യൂസ് ചെയ്യാണ്ട് നമുക്ക് ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ നോസിൽ ഇല്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ ആരും കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മടിക്കണ്ട. നമുക്ക് അടിപൊളിയായിട്ട് കേക്കുകൾ ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, ഇതിലേക്ക് ഒരു സ്പൂൺ കൂടെ വേണം. അതും കൂടെ നിങ്ങളൊന്ന് എടുത്തു വെച്ചേക്കാം ട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്രീം ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നല്ല സ്റ്റിഫായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ഡ്രോപ്പ് പർപ്പിൾ കളർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നല്ല സ്ലോ ആയിട്ട് തന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. കുത്തി ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കളർ ചേർക്കുമ്പോൾ ക്രീം ഭയങ്കരമായിട്ട് ലൂസായി പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് പയ്യെ ചേർത്ത് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാൻ നമ്മളുടെ ക്രീം ഇവിടെ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ ഒന്ന് കേക്ക് ഒന്ന് കവർ ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് എടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മുകളിൽ നമ്മൾ ഇട്ടിട്ട് മുകൾ ഭാഗത്തുനിന്ന് ഒന്ന് ലെവലാക്കി അടിയിലോട്ട് ചെയ്യണ ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഈ ഒരു രീതിക്കും ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും ഞാനിതുപോലെ ഒന്ന് ക്രീം കേക്കിൽ മൊത്തത്തിലൊന്നാക്കി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ ക്രീം മുകളിലോട്ട് ഇടാനായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാരണം ഞാൻ മുകളിൽ ചുമ്മാ നമ്മൾ സാധാ ചെയ്യണ പോലെ ക്രീം ഇട്ടിട്ട് മുകളിൽ നിന്ന് ഒടുങ്ങിയിട്ട് കേക്കൊന്ന് ലെവലാക്കി എടുക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും കേക്കിൽ ക്രീം ആക്കുമ്പോൾ ഇതുപോലെ നമ്മൾ മുകൾ ഭാഗമാണ് കേട്ടോ എപ്പോഴും ഫസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ നമുക്ക് മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് അങ്ങോട്ട് ലെവലാക്കി എടുക്കാം. അതിനുശേഷം അതിൽ വന്നേക്കണ ബാക്കിയുള്ള ക്രീമും എല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് സൈഡൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഞാൻ എൻ്റെ കേക്കിൻ്റെ വീഡിയോസിൽ മിക്കതിലും ഇതുപോലെ ഫിനിഷ് ചെയ്യണ ആ ഒരു ഭാഗമൊക്കെ ക്ലിയറായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിലും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് തന്നെ പറയണില്ല. ഇതുപോലെ നമുക്ക് അങ്ങോട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫിനിഷാക്കി എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നല്ല ഫിനിഷായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത് ചെയ്യുമ്പോൾ ഇതുപോലെ ഉള്ളിലോട്ടായിട്ടൊന്ന് നന്നായിട്ട് വടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആവാനുണ്ട്. അപ്പോൾ അതുകൂടെ ഞാൻ ഒന്നുകൂടെ ഒന്ന് അകത്തോട്ടൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫിനിഷിംഗ് ആയി കിട്ടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വൃത്തിയായാൽ മതി. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഒരു ഇതെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമ്മളുടെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതുപോലെ ഒരു സ്പൂൺ, നമ്മുടെ സാധാ ഒരു സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് സ്പൂണാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതുപോലൊരു സ്പൂൺ ഇതുപോലെ എടുക്കുക. എന്നിട്ട് അത് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ ടേൺ ടേബിൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ നമ്മുടെ കേക്കിൽ നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. വലിയ പ്രയാസമൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റിയതാണിത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ മുകൾ ഭാഗത്ത് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ സൈഡിലും ഈ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് സൈഡിലോട്ട് സ്പൂൺ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് നന്നായിട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഡിസൈൻ അതിൽ അങ്ങോട്ട് വന്നോളും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കണ്ടില്ലേ, നല്ല സിമ്പിളാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ആ ഒരു ഡിസൈനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഞാൻ ഇതുപോലെ അതിൻ്റെ ബേസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെങ്ങനെയായാലും ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ക്രീം ഇതിലുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് നേരം അത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. നമ്മളെപ്പോഴും ഫ്രിഡ്ജിലോട്ട് വെക്കണേക്ക് മുന്നേ ബേസ് ക്ലീൻ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ അതിലങ്ങനെ തണുത്തിരിക്കുമ്പോൾ അത് പിന്നെ പോകാനൊക്കെ വലിയ പാടാകും. പിന്നെ അത് തീരെ വൃത്തിയില്ലാത്ത രീതിയിലിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു ടൈമിൽ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ അത് ക്ലീനായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ കേക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് ക്രീം എടുത്ത ശേഷം അതിലേക്ക് 1-2 ഡ്രോപ്പ് യെല്ലോ കളർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നമുക്ക് പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം. ഇതിപ്പോൾ ഒട്ടും പൊട്ടിക്കാത്ത പൈപ്പിംഗ് ബാഗാണ്. അതായത് അതിൽ നോസിലൊന്നും ഇട്ടിട്ടില്ല. ആ ഒരു രീതിയിലുള്ള പൈപ്പിംഗ് ബാഗിലോട്ടാണ് കേട്ടോ ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. ഞാനിതിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിതിൽ നോസിൽ യൂസ് ചെയ്യണില്ല. ആ ഒരു രീതിക്കുള്ള ഫ്ലവറാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ പൈപ്പിംഗ് ബാഗിലോട്ട് ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ടിപ്പ് കട്ട് ചെയ്യണ മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പൈപ്പിംഗ് ബാഗിലോട്ട് കറക്റ്റായിട്ട് ക്രീം ആക്കിയ ശേഷം നന്നായിട്ടൊന്ന് ടൈറ്റാക്കി പിടിക്കാം.
അതിനുശേഷം ഇതിൽ ഒരു കത്രിക വെച്ചിട്ട് ഒന്ന് ചെരിച്ച് ഇതുപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്കാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ശരിക്കും കാണാൻ പറ്റണില്ലേ? ഈ ഒരു രീതിക്ക് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത് കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൽ ഫ്ലവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ആ കൂർത്തിരിക്കുന്ന ഭാഗം അടിയിലോട്ടാക്കിയിട്ട് വേണം നമ്മൾ ഫ്ലവർ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കേക്കിൽ ഫ്ലവർ വരയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ബേസ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ വരച്ച ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ആ ഒരു രീതിക്ക് ആ കൂർത്ത ഭാഗം അടിയിലോട്ട് വരുന്ന രീതിക്ക് ചെരിച്ച് പിടിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഓരോ പെറ്റൽസ് വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഫ്ലവർ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇതുപോലെ ഫ്ലവർ ചെയ്തെടുത്തിട്ട് ആ ഒരു ടിപ്പിൽ അത് നമ്മൾ കട്ട് ചെയ്ത ആ കൂർത്ത ഭാഗത്ത് ക്രീം ഒരുപാടായി വരികയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് തുടച്ചു കൊടുക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വരക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടൂല. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. കണ്ടില്ലേ, ഞാനിതിപ്പോൾ ഒന്ന് തുടച്ചെടുത്തതാണ്. ഇതുപോലെ ഇടയ്ക്കൊന്ന് തുടച്ചിട്ട് രണ്ടാമത് പെറ്റൽസ് വരച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ഇപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ഇതുപോലെ വൈറ്റ് കളറിലുള്ള ക്രീം കുറച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു ടിപ്പ് ഭാഗം മാത്രം ചെറിയതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് വരച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ആ ഫ്ലവറിൻ്റെ ഉള്ളിലായിട്ട് നമുക്കിതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് ലീഫ് വരച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് ഗ്രീൻ കളറ് ഇതുപോലെ നമ്മൾ പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ട് അതിൻ്റെ അറ്റം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ മുകൾ ഭാഗത്തുള്ള വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനൊരു ബോർഡർ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ നമ്മൾ ഫ്ലവർ വരക്കാൻ എടുത്തിരുന്ന സെയിം പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ നേരെ ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ വരുന്നത് ലീഫിൻ്റെ നോസിൽ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ബോർഡർ ചെയ്ത് കൊടുക്കാൻ പോണത്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം.
അപ്പോൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കേക്കിലോട്ട് അപ്ലൈ ചെയ്യാം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് വെച്ചിട്ട് കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലീഫായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അത് ഓരോ ലീഫുകളും ഇതുപോലെ ചേർത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ബോർഡർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുകൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഇതിനു മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഫോണ്ടൻ്റ് വെച്ചിട്ട് ലയണ്ണ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോയാണ്. നിങ്ങൾ ആർക്കെങ്കിലും ആ ഒരു വീഡിയോ കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തൊട്ട് മുകളിലായിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ ഇതുപോലുള്ള വീഡിയോസുകളിൽ ഏത് വീഡിയോയാണ് നിങ്ങൾ എൻ്റെ ചാനലിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് കമൻറ്റ് ബോക്സിലൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങൾ പറയുന്ന ആ ഒരു കണ്ടൻറ്റ് കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളൊരു നോസിൽ പോലും യൂസ് ചെയ്യാണ്ടാണ് കേട്ടോ ഈ കേക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് എല്ലാം ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. ഞാൻ കേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതുകൂടെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.